എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാമത്തിൽപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലിയവനായ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ബ്രദർ മാരിയോയും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയുള്ള അനവധിയായിട്ടുള്ള ചർച്ചകൾ ഇന്ന് മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിൽ ഒരു ചെറിയ ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നത്, അവർ 3 രീതിയിൽ അവർ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. അവർ കുടുംബമായി ധ്യാനം, ആത്മീയമായിട്ടുള്ള ധ്യാനമൊക്കെ നടത്തിയാണ് ഈ ശുശ്രൂഷയിലേക്കൊക്കെ വന്നത്. അത് കഴിഞ്ഞ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സായിട്ട് അവർ ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം ചില വർഷങ്ങളായിട്ട് ചാരിറ്റി രംഗത്തും ഒരു ഓർഗനൈസേഷനായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ 2 മേഖലയിൽ പ്രവർത്തിക്കുന്ന അനേകർ നമുക്ക് സുപരിചിതമാണ്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുന്ന പലരും ആത്മീയമായിട്ട് ഉള്ള ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട അനേകരില്ല. അതുപോലെ തന്നെ ചാരിറ്റി ഓർഗനൈസേഷനുമായിട്ട് പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. എന്നാൽ അവരും ഈ രീതിയിൽ ആത്മീയമായിട്ടുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് അധികം പേര് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഈ 3 മേഖലയിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എനിക്കൊരു ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നത്, ആത്മീയമായിട്ടൂടെ ബന്ധപ്പെട്ടിരുന്നവരാരുണ്ട്. അനേകരെ ആത്മീയ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ധ്യാനങ്ങളൊക്കെ നടത്തി, യുവാക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ധ്യാനങ്ങളൊക്കെ നടത്തി ആത്മീയ കൂടിവരവുകളിലൂടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റുള്ളതൊക്കെ മോട്ടിവേഷനിലും ചാരിറ്റി ഓർഗനൈസേഷനും ഒക്കെ ആർക്കും നടത്താം. അതിന് ആത്മീയമായിട്ട് ചില വെളിച്ചവും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അനേകർ നടത്തുന്നുണ്ട്. നമ്മളെ ക്രിസ്ത്യാനികളെക്കാട്ടിലും അനേക ചാരിറ്റി പ്രവർത്തനങ്ങളും മോട്ടിവേഷണൽ ടോക്സൊക്കെ നടത്തുന്ന ക്രിസ്ത്യാനികളല്ലാത്ത ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. എന്നാൽ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എന്നെ ഈ ചിന്ത പറയുവാൻ പ്രേരിപ്പിച്ചത്, പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിലുള്ള 2 ആത്മീയ ശുശ്രൂഷകന്മാർ, അവർ 2 പേരും സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തരാണ്. അവരുടെ 2 പ്രതികരണം കണ്ടുകൊണ്ടാണ് ഞാനൊരു ചിന്ത പറയണമെന്ന് ആഗ്രഹിച്ചു. ഒരാൾ പറഞ്ഞത്, ഈ ബ്രദർ മാരിയോ വേറൊരു മതവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു എന്നേ ഉള്ളൂ, അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല, യഥാർത്ഥമായിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളല്ല എന്ന ഒരു പ്രതികരണം ഞാൻ കണ്ടു. ഒരുപക്ഷെ എനിക്ക് ആ ചിന്തയോട് അംഗീകരിക്കാൻ കഴിയില്ല. ബ്രദർ മാരിയോയുടെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്നും ഇതിലേക്ക് വരാൻ തന്നെ കാരണമായത് അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വചനം ആണ് യേശു കർത്താവ് എന്ന് അദ്ദേഹം ദർശിച്ചു. അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ള വലിയൊരു വിഷൻ, വലിയൊരു പരിജ്ഞാനം അദ്ദേഹത്തിന് കിട്ടി. ഇത് അനേക ക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത 2 പരിജ്ഞാനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് ക്രിസ്തു, ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ വസിക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമം പഠിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് പാരമ്പര്യമായിട്ടുള്ള അനേക ക്രിസ്ത്യാനികൾക്ക് ഈ 2 മർമ്മം അവർ ശരിയായിട്ട് മനസ്സിലാക്കാത്തവരാണ്. ഇത് മനസ്സിലാക്കി എനിക്ക് ബ്രദർ മാരിയോ പറയുന്നത്, എനിക്ക് ഈ ക്രിസ്തുവിലൂടെ മാത്രമേ എനിക്ക് സ്വർഗപ്രാപ്തി ലഭ്യമാകൂ എന്നുള്ള വിശ്വാസം അത് പ്രഖ്യാപിച്ചുകൊണ്ട് മനസ്സിലാക്കി, തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അതെനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതികൾ എന്നെ പഠിപ്പിച്ചവരത് എനിക്കത് സ്വായത്തമാക്കാൻ കഴിയില്ല, ക്രിസ്തുവിലൂടെ എനിക്ക് അത് സ്വായത്തമാക്കുവാൻ കഴിയും എന്നുള്ള വലിയ വിശ്വാസ പ്രഖ്യാപനവും അംഗീകാരവും അംഗീകരിച്ചുകൊണ്ട് പബ്ലിക്കിലേക്ക് വന്ന് തൻ്റെ ശുശ്രൂഷയിൽ ആത്മീയമായിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും ഈ രീതിയിൽ ക്രിസ്തുവിനെ അംഗീകരിച്ച ഒരാൾ രക്ഷിക്കപ്പെട്ട ആളല്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ് ചില പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെ ഇവർ രക്ഷിക്കപ്പെട്ടല്ലെന്ന് ഇതുകൊണ്ട് പറയാൻ അവർ നോക്കുന്നുണ്ടേ, അവരുടെ ചില ഫ്രെയിം വർക്കിൽ, ചില പ്രാർത്ഥനകളിൽ, അല്ലെ ചില കാര്യങ്ങളൊക്കെ അവരുടെ സഭകളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്തവർ മാത്രമേ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ചിന്ത ഉള്ള കുടുസ് ചിന്താഗതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം. നമ്മൾ വിചാരിക്കല്ലേ, പ്രൊട്ടസ്റ്റന്റ് സഭയിൽ അല്ലാത്തവരാരും രക്ഷിക്കപ്പെട്ടവരെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെക്കാളും കർത്താവിനെ സ്നേഹിച്ചു മാനിച്ച് ഭയഭക്തിയോട് ജീവിക്കുന്ന അനേകര് മറ്റുള്ള എപ്പിസ്കോപ്പൽ സഭകളിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത്. രണ്ടാമത്തെ പ്രതികരണം വന്നത്, അദ്ദേഹം
ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ നിന്നൊരു ഒരു പിന്നെ ക്രിസ്തീയ വിശ്വാസിയായിട്ട് വന്ന് ചില പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ ചില ആചാരങ്ങളും ഒക്കെ നടത്തുന്ന ചില സഭകളിൽ തുടർന്ന് പോയത് കൊണ്ട് അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള പ്രോപ്പർ കാഴ്ചപ്പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ ശോഭിച്ച് നിൽക്കുന്നത് അസൂയാലുക്കളായവരും അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരൊക്കെ അദ്ദേഹത്തിന്റെ നാശം ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ ക്ഷുദ്രപ്രയോഗം നടത്തി. അങ്ങനെ ക്ഷുദ്രപ്രയോഗത്താൽ അദ്ദേഹം തകർന്നു പോയതാണ്. അല്ല അതുപോലെ അദ്ദേഹം വേറെ പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ക്ഷുദ്രപ്രയോഗം നടത്തി അല്ലെങ്കിൽ പല ക്രിസ്തീയ നേതാക്കന്മാരും തകർന്നു പോയതായിട്ടൊക്കെ ഉണ്ടാവാം എന്നൊക്കെ അദ്ദേഹം ചില പേരുകളൊക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രതികരണത്തിൽ പറയുകയുണ്ടായി. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 91 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിൽ പറയുന്നത്, നിനക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല. ഇത് നിങ്ങൾ ഈ പറയുന്ന സോ കോൾഡ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വചനമല്ല. കർത്താവിനെ യഥാർത്ഥമായി അംഗീകരിച്ച് നേരോടെ കർത്താവിനെ നേരോടെ ഭക്തിയോടെ ഭയത്തോടെ അംഗീകരിക്കുന്ന എല്ലാവർക്കും ഏറ്റുപറയുവാൻ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുവാൻ അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു വാക്യമാണ്. ഒരു ബാധയും എൻ്റെ കൂടാരത്തോട് അടുക്കുകയില്ല. എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അനേക ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെക്കാട്ടിലും കൂടുതൽ ഈ വാക്യത്തിനോട് പ്രതിബദ്ധതയും വിശ്വാസവും അല്ലെങ്കിൽ അവകാശവും പറയുന്ന അനേക ഇതര അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭയിലുള്ള വിശ്വാസികളെ എനിക്കറിയാം. അവർക്ക് നമ്മൾ ഈ കാണുന്ന ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെക്കാളും ദൈവത്തോട് ഭക്തിയും ബഹുമാനവും വിശ്വാസവും ഉള്ളവരാണ്. അവർക്ക് ഈ വാക്യം അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവർക്കതിന് വിശ്വാസത്തോടെ പറയാൻ കഴിയും, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരു ക്ഷുദ്രപ്രയോഗവും എൻ്റെ കൂടാരത്തിനോട് അടുക്കയില്ല, എൻ്റെ ജീവിതത്തോട് അടുക്കയില്ല എന്ന് പറയുവാൻ കഴിയും. ഞാൻ ഇത് എടുത്തു പറയാൻ കാര്യം, ഇങ്ങനെ പറയുമ്പോൾ അനേകരുടെ മനസ്സിൽ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് പറയുമ്പോൾ, അയ്യോ ഞങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുന്നവർ, എന്നാലും ഞങ്ങളെ ഈ ക്ഷുദ്രപ്രയോഗം ഞങ്ങളെ ബാധിക്കും എന്നുള്ളൊരു ഭയം ഈ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് അടുത്തറിയാവുന്ന ചിലരുണ്ട്, അയ്യോ ഞങ്ങളുടെ വീടിന് മുമ്പിൽ കോഴിത്തല കണ്ടു, മുട്ട കണ്ടു, ചെമ്പരത്തി പൂ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുള്ള പലരെയും എനിക്കറിയാം. കാരണം അവർ വിശ്വാസികളാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തോട് ഭക്തിയുള്ളവരാണ്. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആൾക്കാർ പേടിക്കുകയാണ്. ശരിക്കും ഞാൻ പറഞ്ഞത്, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും അല്ലെ ഇങ്ങനെയുള്ള മുട്ടയോ അല്ല ചെമ്പരത്തി പൂവോ അല്ലെങ്കിൽ കോഴിത്തലയോ ഒന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് സഭയിലുള്ളവരായിക്കോട്ടെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ നേരോടെ ഹൃദയശുദ്ധിയോടെ കർത്താവിനെ അംഗീകരിച്ച്, യേശു കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച് കർത്താവിനെ ഭയഭക്തി ബഹുമാനത്തോടെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്യം നിങ്ങൾക്ക് അവകാശപ്പെടുവാൻ കഴിയും. ഒരു ബാധയും എൻ്റെ കൂടാരത്തോട് അടുക്കയില്ല എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയും. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും രീതിയിൽ ഭയമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റന്റ് രീതിയിലുള്ള സഭകൾക്കാരോ പാസ്റ്റർമാരോ പറയുന്ന രീതിയിൽ മാത്രം പോയാൽ അവകാശപ്പെടുവാൻ പറ്റുന്ന വാക്യം അന്ന് നിങ്ങൾ വിചാരിക്കല്ല. നിങ്ങൾ നേരോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്യം അവകാശപ്പെടുവാൻ കഴിയും. ഒരു ബാധയും ഒരു ക്ഷുദ്രപ്രയോഗവും നിങ്ങളുടെ കുടുംബത്തിനോടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടോ നിങ്ങളുടെ ഭവനത്തോടോ അടുക്കുകയില്ല. ഇത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചോളൂ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചോളൂ, ഒരു പ്രശ്നവും അടുക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത് രക്ഷിക്കപ്പെടാത്തതെന്നോ അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗം കൊണ്ടോ. ഇനി വേണേ മൂന്നാമതൊരു കാര്യം പറയാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് 13-ാം വാക്യത്തിൽ, ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഈ 3 ഇനി വേണേ ചില ആൾക്കാർ വേണമെങ്കിൽ പറയും, മാരിയോ ബ്രദറിനോട് കൂടുതൽ സ്നേഹമുള്ള അല്ലെ ഉള്ള ആൾക്കാർ വേണേൽ പറയും, മാരിയോ ബ്രദറിനെ ദൈവം പരീക്ഷിച്ചാണെന്നുകൂടിയും വേണേൽ പറഞ്ഞു കളയും. അങ്ങനെയുമല്ല, ഈ 3 കാറ്റഗറിയും അല്ല. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്താണ് ഈ മാരിയോ ബ്രദറിന്റെ കുടുംബത്തിൽ സംഭവിച്ചത്. ഞാൻ നോക്കുന്നുണ്ടേ,
ഇന്നത്തെ കാലത്തെ ക്രിസ്തീയ അനേക കുടുംബങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള അനേക കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള അനേക ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരുമായി, അല്ലെ ഒരു 95% ഇങ്ങനെയുള്ള ക്രിസ്തീയ വിശ്വാസികളോ ക്രിസ്തീയ ശുശ്രൂഷകന്മാരുമായിട്ട് തട്ടിച്ചു നോക്കുന്നുണ്ട്. മാരിയോ ബ്രദറിന്റെ കുടുംബത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ഇന്ന് അനേകരും ഈ രീതിയിൽ ക്രിസ്തീയ കുടുംബ ജീവിതം നയിക്കുന്നവരും അല്ലെങ്കിൽ ക്രിസ്തീയ ശുശ്രൂഷകൾ മുമ്പോട്ട് നിൽക്കുന്നവരുമാണ്. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ക്രിസ്തീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന നിങ്ങൾ യഥാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റുള്ള കാര്യങ്ങൾ, ഈ ഓർഗനൈസേഷനിലായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഞാനും ഒരു 2 ചാരിറ്റി ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ എന്നെ ഒരുപാട് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി നിർബന്ധിച്ചവരാണ്. ഇപ്പം മാരിയോ ബ്രദർ പറഞ്ഞതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ ചില വർഷങ്ങൾ. എന്നാൽ ഞാൻ എൻ്റെ മറ്റുള്ള തിരക്കുകളിലും ആത്മീയ ശുശ്രൂഷകളിലും എനിക്ക് അതിനുള്ള വെളിച്ചം ലഭിച്ചപ്പോൾ ഞാൻ ചെയ്തത് ആദ്യം അത് റിസൈൻ ചെയ്യുക ചെയ്തത്. കാരണം ഇത് രണ്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. നമുക്ക് യഥാർത്ഥമായിട്ട് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ ഈ ഓർഗനൈസേഷന്റെ കെട്ടപ്പാടിൽ നിന്ന്, ഈ ലോകത്തിന്റെ നിയമത്തിൽ നിന്നുള്ള ചാരിറ്റി ഓർഗനൈസേഷനായിട്ട് അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറിയും ട്രഷററും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുമായി ഏർപ്പെട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതുമായിട്ട് ഏർപ്പെട്ട് ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. കാരണം ഇത് രണ്ടും, ആത്മീയ ശുശ്രൂഷ ഇത് രണ്ടും കൂടെ ചേർന്ന് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയില്ല. ഞാൻ അതെല്ലാം മാറ്റിവെച്ചു. എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചു. ഞാൻ സൂചിപ്പിച്ച യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? അതിന്റെ 13, 14, 15 വാക്യങ്ങൾ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. അത് ഈ 3ാമത്തെ ആർഗ്യുമെന്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ വാക്യം ഓർത്തോണം. അത് അങ്ങനെ മായ്ച്ചു കളയാം നമുക്ക്. 14ാം വാക്യം, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഈ ഓർഗനൈസേഷൻ സെറ്റപ്പിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആ മാരിയോ ബ്രദറിന്റെ ഒക്കെ ഓഡിയോയും വീഡിയോയും ഒക്കെ പലരും കണ്ടു. അതിനകത്ത് തന്നെ കാണാൻ കഴിയും നമുക്ക് അവിടെ മോഹം ഗർഭം ധരിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പാപം സംഭവിച്ചു എന്നിട്ട് മോഹം ഗർഭം ധരിച്ചിട്ട് പലവിധ സ്ഥാനമോഹങ്ങളും ഈഗോയും ഒക്കെ വന്നിട്ട് അവിടെ പാപം സംഭവിക്കുകയാണ്. പാപം ചെയ്തിട്ട് എന്തുവാ? മരണത്തെ ഉത്ഭവിക്കുന്നു. അവരുടെ സംസാരത്തിൽ നമുക്ക് നീ പോയി ചാവ്, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. മോഹം വന്നു, മോഹത്തിൽ നിന്ന് പാപം വന്നു, പാപത്തിൽ നിന്ന് മരണം, അല്ലെ കൊലപാതകം, അല്ലെ ആത്മഹത്യ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരെ അവരുടെ കാര്യങ്ങൾ പോകുന്നതായിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കാവുന്ന ഒരു വാക്യമാണ്. ഏതാ? 1 യോഹന്നാൻ ലേഖനം 2:16 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 കാര്യങ്ങൾ ഈ മിനിസ്ട്രിയിലുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതെല്ലാ ദൈവമക്കൾക്കും ബാധകമാണ്. പ്രത്യേകിച്ച് ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഇത് ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾക്ക് ഓർഗനൈസേഷനിൽ നിന്ന് ജഡത്തിന്റെ മോഹങ്ങളും കണ്ണിന്റെ ആഗ്രഹങ്ങളും അല്ലെ ജീവനത്തിന്റെ പ്രതാപങ്ങളും പൊസിഷനും ഒക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മിനിസ്ട്രി നേരോടെ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവാനായിട്ട് കഴിയില്ല. അതൊരു സത്യമാണ്. അത് നിങ്ങൾ ഓർഗനൈസേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്നോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് നിർമ്മലതയോടെ പക്ഷപാതമില്ലാതെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ മഹത്വത്തിന് മാത്രമായിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളും കർത്താവിന്റെ ശുശ്രൂഷയും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞാൻ കഴിഞ്ഞ ഒരു മെസ്സേജ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് അതിന്റെ ലിങ്ക് ഇടാം. എന്താണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ച 4 ചോദ്യങ്ങളാണ്. നീ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് ഈ കാര്യങ്ങൾക്കാണോ? അത് ഞാൻ 4 Pയുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്? അല്ല ഏതെങ്കിലും പൊസിഷന് വേണ്ടിയാണോ? അല്ലെങ്കിൽ പവറിന് വേണ്ടിയാണോ? അതോ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയാണോ? ഈ 4 P നമുക്ക് ഈ ഓർഗനൈസേഷനുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഈ 4 P അതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഇത് ഈ ലോകത്തിന്റെ മോഹവും കൺമോഹവും ജീവിതത്തിന്റെ പ്രതാപത്തിന് വേണ്ടിയൊക്കെ നിന്നുകൊണ്ട്
ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ശോഭിക്കത്തില്ല, അവിടെ നമ്മൾ പരാജയപ്പെടും. അതിന് നമ്മൾ ക്ഷുദ്രപ്രയോഗമെന്നോ അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടവരല്ലെന്നോ ഒന്നും, അല്ലെങ്കിൽ ദൈവം പരീക്ഷിക്കുന്നതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഒരുപാട് വാക്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള 1-2 വാക്യങ്ങളൂടെ വായിച്ച് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. റോമാലേഖനം അതിൻ്റെ 6-ന്റെ റോമാലേഖനം തന്നെ ഭയങ്കര പവർഫുൾ ആണ്. അതിന്റെ 6-ാം അധ്യായം വിശ്വാസിയുടെ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്ന ഒരു അധ്യായമാണ്. അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന കാര്യത്തിന്റെ ഒരു സമ്മറിയിലേക്കാണ്. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത, നിങ്ങൾ ഈ രീതിയിൽ ആത്മീയ ശുശ്രൂഷകളും മറ്റുള്ള കാര്യങ്ങളും അല്ലെ കുടുംബജീവിതവും ഒക്കെ നയിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജഡത്തിൽ ബലഹീനതയുണ്ട്. അത് നിമിത്തം മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ നമ്മളോട് പറയുകയാണ്. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾ ആദ്യം ഈ ദൈവവിശ്വാസവും ഒന്നും ഇല്ലാതെ നടന്നപ്പോൾ നിങ്ങൾക്ക് ഈ നീതിയും വിശുദ്ധിയും ഒന്നും പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്ക് അന്നേരം ഫ്രീഡം ഉണ്ടായിരുന്നു, നിങ്ങൾ സ്വതന്ത്രരായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അങ്ങനല്ല. ദൈവമക്കൾ എന്ന് ഉള്ള അവസ്ഥയിലേക്ക് വന്ന് നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ മോഹങ്ങളെ നിങ്ങൾ എന്താ ചെയ്യണം? അധർമ്മത്തിനും അശുദ്ധിക്കും ഒക്കെ നിങ്ങൾ അടിമകളായിരുന്നു സമർപ്പിച്ചതുപോലെ നിങ്ങൾ അവയവങ്ങളെ വിശുദ്ധിക്കായിട്ട് നീതിക്കായിട്ട് നിങ്ങൾ സമർപ്പിക്കണം. ഇവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? നിങ്ങൾ കർത്താവിനെയൊക്കെ അംഗീകരിച്ചു, കർത്താവിന് വേണ്ടി നിങ്ങൾ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. പക്ഷേ പഴയ മനുഷ്യൻ എൻ്റെ സ്വഭാവം ഇപ്പോഴും കിടക്കുകയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ച കുഞ്ഞായിട്ട്, നമ്മളതാണല്ലോ പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ച കുഞ്ഞായിട്ട് നിങ്ങൾ പഴയ സ്വഭാവത്തിൽ തന്നെ കിടക്കാതെ പരിശുദ്ധാത്മാവിൽ ഈ സ്വഭാവത്തിൽ വളരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വിശുദ്ധീകരണത്തിനും നീതിക്കും അടിമകളായിട്ട് വളരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നിങ്ങൾ 21-ാം വാക്യം, നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പഴയ കാലത്തെ ഞാൻ വിശ്വസിച്ച് കർത്താവിന്റെ ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്തിരുന്നപ്പോഴും ഈ ജഡത്തിന്റെ പ്രവർത്തികളെ നിയന്ത്രിക്കാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ ജീവിച്ച സമയത്ത് ഉള്ള ഉള്ള പാപങ്ങളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുകയായിരുന്നു. മനസ്സിലായോ? എനിക്ക് ലജ്ജയാണ്. മനസ്സിലായോ? അപ്പം ഇവിടെ ദൈവാത്മാവ് ചോദിക്കും, നിങ്ങളുടെ പഴയ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജയല്ലേ തോന്നുന്നത്? നമ്മൾ ഇപ്പോഴും അതിലാണോ തുടരുന്നത്? നമുക്ക് ലജ്ജ കൊണ്ടുവരുവാൻ കാരണമാവുന്ന കാര്യങ്ങളിലാണോ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിലായിട്ട് പോലും നമ്മളെ ലജ്ജിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ തുടരുന്നുണ്ടോ? ഇങ്ങനെയുള്ള മോഹങ്ങൾക്ക്, ഇങ്ങനെയുള്ള പാപങ്ങൾക്ക്, ഇങ്ങനെയുള്ള അശുദ്ധിക്ക് ഒക്കെ നമ്മൾ വിധേയപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ആണ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യം ജീവനുമാകുന്നു. ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിട്ട് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനും ലഭിക്കും. ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു കാര്യമാണ് അനേക വിശ്വാസികളുടെ, ദൈവമക്കളുടെ, ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ ജീവിതത്തിലില്ലാത്ത. ബാക്കി എല്ലാം സെയിം ആണ്. നമ്മൾ മാരിയോ ബ്രദറിനെ കുടുംബത്തിലൊന്നും കുറ്റപ്പെടുത്തണ്ട. 95% ക്രിസ്തീയ വിശ്വാസികളും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരും ഈ മാരിയോ ബ്രദറിന് സംഭവിച്ച അതേ കാറ്റഗറിയിൽ തന്നെ ഉള്ളവരാണ്. അവർ നല്ല ആൾക്കാരായിട്ടും അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ടും ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരായിട്ടും അനേകരെ ബലപ്പെടുത്തുവാനൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മർമ്മം ആണ് അനേകർക്കും മനസ്സിലാക്കാനും അല്ല ഇനി അനേകർക്ക് ഇതറിയാം, പക്ഷെ ഇത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയുന്നില്ല. നമ്മൾ കർത്താവിന് നമ്മൾ സമർപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെട്ട്
വിശുദ്ധീകരണത്തിനായിട്ട് ജീവിക്കാൻ, നീതിക്കായിട്ട് ജീവിപ്പാൻ നമുക്ക് കഴിയില്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മളിങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻ പ്രസിഡന്റും സെക്രട്ടറിയും ചെക്ക് ഒപ്പിടിയിലും കോടിക്കണക്കിന് കാര്യങ്ങളുടെയൊക്കെ ഇതിലായിട്ട് നടന്നു കഴിഞ്ഞാണല്ലോ, നിങ്ങൾക്ക് ജെന്യുവിനായിട്ട് ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ടും കർത്താവിൻ്റെ കൃപാവരങ്ങൾ അനുഭവിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇത് വളരെ ആഴമായിട്ട് മനസ്സിലാക്കി. നമ്മൾ റോമാലേഖനം 6 പറയുന്നത് പോലെ എന്താ പറയുന്നത്, നിങ്ങൾ ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയണം. നമ്മൾ ഈ വീണ്ടും ജനിച്ച അവസ്ഥയിൽ ആയിട്ടും നമ്മുടെ പഴയ മനുഷ്യൻ ഇങ്ങനെ നിൽക്കാതെ അത് യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എങ്കിലേ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ സമർപ്പണം, ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ഈ മാരിയോ ബ്രദറിന്റെ കുടുംബത്തിലെ ആ ഡിസ്കഷനിലൊക്കെ കാണാം. അവരുടെ പഴയ മനുഷ്യനാണ് അവർ സംസാരിക്കുന്നത്. നീ പോയി ചാവ്, ഞാൻ ആത്മഹത്യ ചെയ്യും, എന്ത് ചെയ്യാം, ഇതെല്ലാം ആർഗ്യുമെന്റും ഈഗോയും. പഴയ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. മനസ്സിലായോ? പഴയ മനുഷ്യൻ ഇങ്ങനെ നമ്മൾ കർത്താവിനെയൊക്കെ അംഗീകരിച്ചു, പക്ഷേ നമ്മൾ പഴയ മനുഷ്യനെ കൊല്ലുന്ന, അല്ലെ ദൈവാത്മാവിന് വിധേയപ്പെടുന്ന, വചനത്തിന് വിധേയപ്പെടുന്ന, കർത്താവെ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം വേണം, എൻ്റെ ജീവിതത്തിൽ നീതിയോടെ ജീവിക്കണം, എന്നിട്ട് വിശുദ്ധിയോടെ എനിക്ക് നിത്യജീവനിലേക്ക് കാണണം, അല്ലാതെ മരണത്തിലേക്ക് പോകാനല്ല, നിത്യജീവനിലേക്ക് പോകാനുള്ള ആഗ്രഹത്തോടെ ഉള്ള ഇതാണ് നമ്മുടെ എല്ലാ ഇടത്തെ വിഷയത്തിന്റെ പ്രോബ്ലം. ഇതുമായിട്ട് ബന്ധപ്പെട്ട അനേക വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. റോമാലേഖനത്തിലെ എഫേഷ്യർ, ഗലേഷ്യർ, കൊലോഷ്യൻ, പത്രോസ്, യോഹന്നാൻ എല്ലാ ലേഖനങ്ങളിലും ആവർത്തിച്ച് പറയുന്നതാണ്. നിങ്ങൾ തന്നെ പഠിക്കുക. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പുതിയ നിയമം നിങ്ങൾ ആഴമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ 95% കാറ്റഗറിയിൽ കിടക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന്റെ ബലമില്ല, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തോടെ ജീവിക്കണം, കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ യാതൊരു വ്യാപാരവും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ പതറിപ്പോകുന്നത്. അത് തന്നെയാണ് മാരിയോ ബ്രദറിന്റെ കുടുംബത്തിലും സംഭവിച്ചത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തർക്കും, എൻ്റെ ജീവിതത്തിലും ഓരോ ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിലും ഓരോ കുടുംബത്തിലും ഇങ്ങനെയുള്ള ആപത്ത് വരാതിരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അവസാനം നമ്മൾ ക്ഷുദ്രക്കാരെയോ അല്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവരോ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് വചനം നൽകി നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ്. ആ സമർപ്പണത്തോടെ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമുക്കും ഇത് സംഭവിക്കാം. വലിയവനായ ദൈവം നമ്മളെ ആ രീതിയിൽ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിനോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.